ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് പോലെയാണ്. രാവിലെ എണീച്ചു, ചായ കുടിച്ചു, എന്നിട്ട് 1 മണിക്കൂർ ഇങ്ങനെ ഇരുന്നു. ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ട്. ഇപ്പോൾ സമയം 8:10 കേട്ടോ. സോ 8:10 8:15 ക്ലാസ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് നോക്കാം. പൊതുവേ മോർണിംഗ് ക്ലാസ് എനിക്ക് ഭയങ്കര ലേസിയാണ്. പക്ഷെ ആ കുട്ടിക്ക് നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന, അതായത് നീറ്റ് MBBS ട്രൈ ചെയ്യുന്ന കുട്ടിയാണ്. സോ ആളുടെ ഒരു കംഫർട്ടബിൾ ടൈമിങ്ങിനാണ് കേട്ടോ ക്ലാസ് വെച്ചേക്കുന്നത്. പിന്നെ എനിക്കും ഓക്കെയാണ്, രാവിലെ കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞു. പക്ഷേ എന്നാലും ലേസിയാണ് കേട്ടോ കുറച്ച്. ഒരു സാധാരണക്കാരുടെ ദിവസം എന്ന് പറയാം, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല വീഡിയോയിൽ. ഇപ്പം ഞാൻ എവിടെ പോവുകയാണെങ്കിലും റോക്കി ഇതെങ്ങനെ വന്ന് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കും കേട്ടോ. കാരണം അവന് പേടിയാ തോന്നുന്നു. ഞാൻ കോഴിക്കോട് പോയ ശേഷം എന്നെ അങ്ങനെ കാണാത്തത് കൊണ്ടുള്ളൊരു ടെൻഷനായിരിക്കും കേട്ടോ 2 ആഴ്ച തന്നെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പല്ലിൻ്റെയൊക്കെ ഒരു സംഭവം ചെയ്തതുകൊണ്ട് കഴിക്കാനൊക്കെ പതിയെ ആവത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാനൊന്ന് ഹെയർ വാഷൊക്കെ ചെയ്യാണ്. ഞാൻ ഈ പാരാച്യൂട്ടിൻ്റെ എണ്ണ തന്നെയാണ് കുറേ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. വേറെ എണ്ണ മാറ്റാറില്ല. അതും വളരെ കുറച്ച് മാത്രമാണ് എടുക്കാറ്. തലയിൽ ഏകദേശം ഫുള്ള് താരൻ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അധികം വാഷ് ചെയ്യാതെയും നോക്കാതെയും അങ്ങനെ കുറച്ച് കൊഴിച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല താരൻ, അതും മഴക്കാലം ആയതുകൊണ്ടാണ് കൂടുതൽ വരുന്നത് കേട്ടോ. അങ്ങനെ താരനൊക്കെ ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ചൊറിഞ്ഞ് തന്നെ നമ്മൾ ചൊറിയല്ല, ഇങ്ങനൊരു ഓരോരോ ലെയർ എടുത്തെടുത്ത് ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആവും. ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് പ്രൊഡക്റ്റീവായിട്ട് ചെയ്തത് റോക്കിയെ കുളിപ്പിക്കുക എന്നുള്ളൊരു സംഭവമാണ് കേട്ടോ. കാരണം റോക്കിയെ ചിലപ്പോൾ ഞാൻ തന്നെ കുളിപ്പിച്ചാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. സോ അവനും പ്രത്യേക ഷാമ്പൂ, കണ്ടീഷണർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഷാമ്പൂവിനെക്കാട്ടിലൊക്കെ പ്രൈസാണ് അവൻ്റെ ഷാമ്പൂവിന്. പക്ഷെ അവനെ കുളിപ്പിക്കാൻ വിളിക്കുക എന്നുള്ളത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. കാരണം വിളിച്ചാൽ വരില്ല, അവന് മനസ്സിലായി കുളിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ പോയി എടുത്തിട്ട് വന്നിട്ട് വിളിച്ചിട്ട് വരിക തന്നെ ചെയ്തത്. എന്നിട്ട് കുളിപ്പിച്ചു. അവൻ്റെ ദേഹത്ത് ഓൾറെഡി ഒരു ഓയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, മഞ്ഞപ്പൊടിയൊക്കെ തേച്ചിട്ട്. അത് സൗഭാഗ്യ വെങ്കടേഷിൻ്റെ വീഡിയോ ഒന്ന് കിട്ടിയതാട്ടോ. ആളിങ്ങനെ മഴക്കാലത്ത് അവരുടെ ഡോഗ്സിന് ചെയ്തു കൊടുക്കാറുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്തു കൊടുത്ത് നിർത്തിയിട്ട് ഒരു 15-20 മിനിറ്റ് ശേഷമാണ് കേട്ടോ അവനെ കുളിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ രുക്കുവിനെ കുളിപ്പിക്കണം, അത് ഞാൻ അടുത്ത ദിവസം ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരാളെ കുളിപ്പിക്കുമ്പോഴേക്കും എനിക്ക് മതിയായി. സോ ഉണ്ടല്ലോ, ഞാൻ കുളിക്കാൻ വേണ്ടി പോകട്ടെ. മുഖത്ത് കടലമാവൊക്കെ ഇട്ടിട്ടുണ്ട്. മുടിക്ക് ഞാൻ എല്ലാവരും ചോദിക്കണതാണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പേര് പോലും ഞാൻ പറയുന്നില്ല, കാരണം ഇത് പ്രൊമോഷണൽ പ്രൊഡക്റ്റ് അല്ല. നിങ്ങൾക്ക് പേര് ഇതിൽ കണ്ടെത്തി നിങ്ങൾക്ക് വാങ്ങിക്കുക. അതെന്താ ബയോലേക്ക്, അതങ്ങനെ എന്തോ, എനിക്ക് ചിലപ്പോൾ പ്രൊണൗൺസിയേഷനൊക്കെ തെറ്റായിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാട്ടോ. എൻ്റെ ഭയങ്കര ഫ്രിസി ഹെയർ ആയിരുന്നു. അപ്പോൾ ഹെയർ കട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അവളോട് പറഞ്ഞു. അവൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, പ്ലസ് അവൾ എന്താ പറയുക ഹെയറിൻ്റെ കുറേ ബ്യൂട്ടി പാർലർ സലൂൺസിലൊക്കെ നിന്നൊരു വ്യക്തിയാണ്. അവളുടെ ഹെയർ നല്ലതാണ്, വിരിച്ചിട്ട് അവൾ എപ്പോഴും നടക്കുന്നതാണ്. അപ്പോൾ അവളാണ് എനിക്കിത് റെക്കമെൻഡ് ചെയ്തത്. സോ ഇതിൻ്റെ അവളെനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അതായത് ഫ്രിസി ആയിട്ട് ഹെയർ, അത് കാരണം ഹെയർ ഫോളും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചാലും ഇതന്നെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയില്ല. ഇതിന് അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ട് അഥവാ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അൺസാറ്റിസ്ഫാക്ഷൻ തോന്നുകയാണെങ്കിൽ അവിടെ നിർത്തണം. കാരണം എല്ലാ പ്രൊഡക്റ്റും എല്ലാവർക്കും ചേരണം എന്നില്ല. പക്ഷെ ഇന്നത്തെ ക്ലൈമറ്റിൽ നമ്മൾ നാച്ചുറലായിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമേ അല്ല. അപ്പം എൻ്റെ മുടിയൊക്കെ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ വീഡിയോയിലൊന്നും അങ്ങനെ മനസ്സിലാവില്ല. നല്ല ഹെയർ ഫോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് ഉപയോഗിച്ചത് ഏകദേശം 1 ഇയറോളം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. എനിക്ക് ഒരു ബോട്ടിലൊക്കെ ഒരു 8 മന്ത് വരെയൊക്കെ എത്തും കേട്ടോ. കാരണം ഞാൻ വളരെ കുറച്ച് എമൗണ്ടേ രണ്ടും എടുക്കുള്ളൂ. ഇത് കണ്ടീഷണറാണ് അതിൻ്റെ, അപ്പോൾ അതും വളരെ കുറച്ചേ എടുക്കുള്ളൂ കേട്ടോ. സോ അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും ഏകദേശം 12:30 കഴിഞ്ഞിരുന്നു കേട്ടോ. മുഖത്തൊരു നല്ല ഒരു പിമ്പിള് വന്നിട്ടുണ്ട്, നല്ല പെയിനും ആണ് കേട്ടോ. പിന്നെ മുടി ഇങ്ങനെ കെട്ടിവെച്ച് ഫാനിൻ്റെ ചോട്ടിലിട്ട് നന്നായിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിവെക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ, പക്ഷേ മടി തന്നെ. അതിനുശേഷം ഉച്ചയ്ക്ക് നല്ല പപ്പായ ഉപ്പേരി പിന്നെ ഉണ്ണിത്തണ്ട് ഉപ്പേരിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടല്ലോ ഞാൻ ലിറ്ററലി ഇതവിടെ കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ, കാരണം ഉറക്കം വന്നില്ല. പിന്നെ ഇവിടുത്തെ കുറച്ച് വീക്കം വിട്ടിട്ടുണ്ട്, എന്നാലും ഒരു വീങ്ങിയൊരു കണ്ടോ ചെറിയൊരു വീക്കമുണ്ട്. സൂൺ ഈ ഭാഗത്തും വീക്കം വരും കേട്ടോ. പല്ലിൻ്റെ കേൾക്കാവോ? ഞാൻ ഇപ്പം അധികം സൗണ്ട് ഇടുന്നില്ല, കാരണം സൗണ്ട് ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ത്രോട്ടിൻ്റെ ഒരുപാട് സൗണ്ട് ഇടാൻ പാടില്ല. പിന്നെ ഒരു 2:30 ശേഷം പുറത്ത് പോകണമായിരുന്നു, 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. സോ അതിനായിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് കുറച്ച് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. അത് നമുക്ക് പറയാതെ
ടെസ്റ്റ് ചെയ്യാതെ തന്നെ മനസ്സിലാവും. കാരണം വൈറ്റമിൻ ഡി സൂര്യനാണ് തരുന്നത്. ഒന്ന് മഴക്കാലമാണ്. രണ്ടാമത്തെ കാര്യം വന്നിട്ട് ഞാൻ അധികം വെയിലേ കൊള്ളാറില്ല. വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ആളാണ്. വെയിലത്ത് അങ്ങനെ ഇറങ്ങാറേ ഇല്ല. മുമ്പ് രാവിലെയൊക്കെ അമ്പലത്തേക്ക് പോകുമ്പോൾ വെയിൽ കൊള്ളുമായിരുന്നു. ഇപ്പോൾ രാവിലെ അമ്പലത്തേക്ക് പോകുന്നതും ഇല്ല. രാവിലെ വാക്കിംഗ് ജോഗിങ് ഒക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വെയിൽ കൊള്ളാത്തത് കൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഓൾറെഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിയുമെങ്കിലും പോയി ചെക്ക് കൂടെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ജോക്കിയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഞാൻ പുറത്തിടുന്ന ഡ്രസ്സ് ആയിരിക്കും, പക്ഷെ അകത്തിടുന്നത് എനിക്ക് ജോക്കി തന്നെ വേണം കേട്ടോ. എൻ്റെ ഭർത്താവായ അഖിലേട്ടൻ ഉണ്ടല്ലോ, ഞാൻ എന്ത് സാധനം ചോദിച്ചാലും അഖിലേട്ടൻ വാങ്ങിത്തരാനോ അങ്ങനെയൊക്കെ വാങ്ങിത്തരും കേട്ടോ. എന്നാൽ ജോക്കിയുടെ കടയ്ക്ക് പോകണം അല്ലെങ്കിൽ ജോക്കിയുടെ എന്ന് പറയുമ്പോൾ ആൾ അതിനെക്കുറിച്ച് മിണ്ടാറ് പോലും ഇല്ല കേട്ടോ. കാരണം ജോക്കിയുടെ അത്രയും എന്താ പറയുക, ഒരു സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സാധനം അറിയാമല്ലോ നമുക്ക് അതിൻ്റെ പ്രൈസ്. പക്ഷെ അങ്ങനെയാണ് നമ്മൾ അകത്തിടേണ്ട സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ലത്. അത് ഞാൻ ഇയർലി ഒരു 2-3 ടൈംസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി 3 ടൈംസൊക്കെ പർച്ചേസ് ചെയ്യും കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഈവനിങ് പിന്നെ ആയപ്പോൾ അടുത്തുള്ള അമ്പലങ്ങളിലേക്ക് ഇപ്പോൾ അടുത്തുള്ള ഒരൊറ്റ അമ്പലം, മുമ്പ് എപ്പോഴും ഞാൻ ഒരു ശനിയാഴ്ച എന്നുണ്ടെങ്കിൽ എല്ലാ അമ്പലത്തേക്കും പോകുന്ന ഒരാളായിരുന്നു. പിന്നെ അടുത്തുള്ള നമ്മുടെ മുരുകൻ്റെ അമ്പലത്തേക്ക് എപ്പോഴും പോകുന്നൊരു പേഴ്സണൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം അമ്പലത്തേക്ക് പോയി. അടുത്താട്ടോ അമ്പലത്തേക്ക് പോയി. പിന്നെ വിളക്ക് പറയുമോ, വിളക്കൊക്കെ നമ്മൾ എന്തോ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എപ്പോഴും ഞാനൊന്നും അല്ല കേട്ടോ ചെയ്യുക. എനിക്കങ്ങനെ തോന്നുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ചെയ്യുക, തോന്നാത്ത സമയത്ത് ചെയ്യാറുമില്ല കേട്ടോ. പിന്നെ ഞാൻ അന്ധമായിട്ട് ഒന്നിലും വിശ്വസിക്കില്ല കേട്ടോ. വിശ്വാസമുണ്ട്, പക്ഷെ അന്ധവിശ്വാസം ഇല്ല കേട്ടോ. എനിക്ക് അമ്പലങ്ങളിലൊക്കെ പോകും, കാരണം അവിടെ പോകുമ്പോഴായിരിക്കും മനുഷ്യർ കൂടുതലൊന്നും വർത്തമാനമൊന്നും പറയത്തില്ല. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അമ്പലങ്ങളിൽ പോകും. പിന്നെ അവിടെ ഒരു എനർജിയാണുള്ളത്. നമുക്ക് വേണ്ടതും ഒരു എനർജിയാണ്. നമുക്ക് ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിൽ നിന്ന് നമുക്ക് കയറാനും മാത്രമുള്ളൊരു എനർജി വേണം. അതാണ് എനിക്കിങ്ങനെ വിളക്ക് കൊളുത്തുമ്പോഴും അമ്പലത്തേക്ക് പോകുമ്പോഴും ഒക്കെ കിട്ടുന്നത്. പിന്നെ ഞാൻ റിസേർവ്ഡ് ക്യാരക്ടറാണ്. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സംസാരിക്കുമെങ്കിലും എല്ലാവരോടും അങ്ങനെ സംസാരിക്കുന്ന ടൈപ്പൊന്നുമല്ല. ഇഷ്ടപ്പെട്ടവരോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ കേട്ടോ. സോ അങ്ങനെ ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു തരം പീസ് ഓഫ് മൈൻഡ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഈ ഒരു സാമ്പ്രാണി. ഇത് നല്ല സാമ്പ്രാണിയാണ് കേട്ടോ. സൈക്കിൾ പ്യൂർ അതിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല ബ്രാൻഡാണ്. ഇതിൻ്റെ ഈ ഒരു ചട്ടി സാമ്പ്രാണി എന്നാണ് ഇതിൻ്റെ പേര്. നല്ല പുക വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് മഴക്കാലത്തൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ ഫ്രണ്ട് കൂടെയാണ് ചാല് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കൊതുക് എല്ലാ വീട്ടിലും ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. സാമ്പ്രാണി ചന്ദനത്തിരിയൊക്കെ ഇത് മാക്സിമം കത്തിച്ച് വയ്ക്കും. ചില സാമ്പ്രാണിയൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഒരുമാതിരി ഒരു സ്മെല്ലും ഫ്രാഗ്രൻസും ഒക്കെ ആയിരിക്കും. ഇത് നല്ലൊരു സാമ്പ്രാണിയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ്. കഴിഞ്ഞാൽ ഞാൻ മാക്സിമം വാങ്ങിക്കാറുണ്ട്. പിന്നെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് 6 o'clock ഞാൻ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്. അങ്ങനെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത ശേഷം അടുത്തത് ഈ ഒരു ഏരിയ ഉണ്ട്. ഈ ഒരു റൂം വന്നിട്ട് ഫുള്ള് ജ്വല്ലറിയുടെ മെറ്റീരിയൽസ്, പാക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ വേറെ ഞാൻ ആരെയും വൃത്തിയാക്കാൻ സമ്മതിക്കില്ല. പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് തന്നെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. നമ്മുടെ ജ്വല്ലറിയുടെ പേജ്, എൻ്റെ ജ്വല്ലറി ഒക്കെ തന്നെ എൻ്റെ സ്വന്തം ബ്രാൻഡിൽ നിന്നാണ്. ആ ഒരു പേര് വർണ്ണ ജ്വൽസ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ജ്വല്ലറിയൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. ഈ ഒരു സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ആക്ച്വലി അടിപൊളിയാണ്. ഇത് വൃത്തിയാക്കിയ ശേഷം ഇപ്പം ഈ റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇത് വൃത്തിയാക്കിയ ശേഷം ഇങ്ങനെ ഉണ്ടാവും. ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ആ ഒരു റൂം റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഈ നെക്സ്റ്റ് മന്തൊക്കെ ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഇതുപോലെ വീണ്ടും വരുന്നുണ്ട്. അതിൻ്റെയും ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ വൃത്തിയാക്കിയിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മേലൊക്കെ കഴുകി കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.